വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമയിൽ പ്രേക്ഷകർക്ക് സുപരിചിതരായ താരമാണ് ഷാലു മേനോൻ. നിരവധി സീരിയലുകളുടെയും സിനിമകളുടെയും ഭാഗമായ ഷാലുവിന് ആരാധകർ ഏറെയാണ്. അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഷാലു നിരവധി കുട്ടികളെ നൃത്തവും അഭ്യസിക്കുന്നുണ്ട്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷാലു അഭിനയ ലോകത്തേക്ക് സജീവമാകുന്നത്. സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യം തന്നെയാണ് ഷാലു മേനോൻ. സോളാർ തട്ടിപ്പ് കേസിൽ ഷാലു മേനോനും അകപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഷാലു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇതേക്കുറിച്ച് നടി പറഞ്ഞത്. അന്ന് എങ്ങനെ പിടിച്ചു നിന്നു എന്നറിയില്ല. അന്ന് അമ്മയുടെയും അമ്മൂമ്മയുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വതന്ത്രമായി തന്റേണമൊക്കെ വന്നു. ഒരു കലാകാരിയെയോ കലാകാരനെയോ ഒരിക്കലും തളർക്കാൻ പറ്റില്ല. സത്യസന്ധമായി പോകുന്ന ആളാണെങ്കിൽ പിന്നെ സമയദോഷം കാരണം ഓരോന്ന് അനുഭവിക്കേണ്ടി വരും. പക്ഷേ എന്നാലും സുഖമായി അതൊക്കെ തരണം ചെയ്തു പോകാൻ പറ്റും. എന്റെ പ്രശ്നങ്ങളുടെ സമയത്താണ് അത് തിരിച്ചറിഞ്ഞത്. വളരെ കുറച്ചുപേരെ പ്രശ്നം വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹമുള്ളവർ എന്ന് മനസ്സിലായി. കാരണം പ്രശ്നങ്ങൾ വന്നപ്പോൾ പലരും ഒഴിവാക്കി. ഇപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെ 10-12 വർഷമായി. ഇപ്പോഴും ചിലരൊക്കെ ഓർത്തു വെച്ചിട്ടുണ്ട്. ഒഴിവാക്കുന്നതിന് നന്നായി മനസ്സിലാക്കിയ ആളാണ് ഞാൻ. പ്രത്യേകിച്ചും എന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ പാരന്റ്സും പഠിപ്പിക്കുന്ന കുട്ടികളും അമ്മയുടെ ആങ്ങളെയും ഒക്കെയാണ് സപ്പോർട്ട് ചെയ്തത്. ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഞാൻ പ്രോഗ്രാം ചെയ്തിരുന്നു. ഇങ്ങനെയൊക്കെ വന്ന ആളാണ്. അമ്പലത്തിൽ ചെല്ലുമ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്ന് മനസ്സിലുണ്ടായിരുന്നു. ആ സമയത്ത് 40ഓളം വേദികളിൽ പ്രോഗ്രാം ചെയ്തു. പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്നും ഷാലു വ്യക്തമാക്കി. ഇപ്പോൾ കുറച്ചുകാലം എനിക്ക് കോണ്ടാക്ട് കൂടുതലുള്ളത് കാവ്യമായാണ്. വളരെ നല്ല ബന്ധമാണ്. മാക്സിമം ഞങ്ങൾ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. എനിക്ക് ഫീൽഡിൽ കണക്ഷൻ കുറവാണ്. എന്നാലും കാവ്യമായി കുറച്ചു കാലമായി സൗഹൃദമുണ്ടെന്നും ഷാലു മേനോൻ വ്യക്തമാക്കി. കാവ്യ നേരത്തെ തൊട്ടേ എനിക്കറിയാം. സ്കൂൾ തൊട്ടേ അറിയാം. ഫുൾ വിളിക്കുകയോ കോണ്ടാക്ടോ ചെയ്യുകയോ ഒന്നുമില്ല. ഇടയ്ക്കൊന്ന് മെസ്സേജ് അയക്കും. അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. 25ാം ആനിവേഴ്സറി സമയത്ത് ദിലീപേട്ടൻ നമ്പറിൽ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കാവ്യയെയാണ് വിളിച്ചത്. കാവ്യയെ വിളിച്ചു. കാവ്യ പറഞ്ഞു, ദിലീപേട്ടന്റെ നമ്പർ തരാം, എന്നിട്ട് വിളിച്ചോ. അതിനെന്താ കുഴപ്പം, ഫ്രീ ആണെങ്കിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കോണ്ടാക്ട് ചെയ്യുന്നു. ദിലീപേട്ടനോട് കാര്യം പറയുന്നു. എന്റെ അപ്പൂപ്പന്റെ ബാല കാണാൻ സൈക്കിളിൽ പോകുമായിരുന്നു എന്നൊക്കെ ദിലീപ് പറയുമായിരുന്നു. അപ്പൂപ്പനോട് ദിലീപേട്ടന് വലിയ ആരാധനയുണ്ടായിരുന്നു. അപ്പൂപ്പന്റെ സ്ഥാപനത്തിന്റെ 25 വർഷത്തിന്റെ ആനുവൽ ഡേക്ക് തീർച്ചയായും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം വന്നത്. അന്ന് ഭയങ്കര സന്തോഷമായി എന്നും ഷാലു മേനോൻ പറയുന്നു. കഴിഞ്ഞ ദിവസം നടൻ ദിലീപിനെയും ഷാലു മേനോൻ അടുത്തൊരു ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഇതേക്കുറിച്ചും ഷാലു സംസാരിച്ചിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ വർഷത്തെ ആനുവൽ ഡേക്ക് ദിലീപേട്ടനാണ് വന്നത്. ഇവിടെ അമ്പലത്തിൽ വഴിപാട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. 1 വർഷമായി ചെയ്തിട്ട് പെട്ടെന്ന് എന്നെ വിളിച്ച് വരുന്ന കാര്യം പറഞ്ഞു. താനെല്ലാം അറേഞ്ച് ചെയ്യുകയായിരുന്നെന്നും ഷാലു മേനോൻ വ്യക്തമാക്കി.